ദൈവത്തിന് സ്തുതി. പ്രഭാത കിരണത്തിലേക്ക് സ്നേഹവന്തൻ ഭാഗം 2295. ഇന്ന് ഏപ്രിൽ മാസം 13-ാം തീയതി 103-ാമത്തെ ദിവസത്തിലെത്തി. ക്രിസ്തുയേശു പറഞ്ഞു, വിധിക്കപ്പെടാതിരിപ്പാൻ നിങ്ങൾ വിധിക്കരുത്. ഓരോരുത്തർക്കും സാധിക്കുന്നൊരു കാര്യമാണ് സ്വന്തം മരണത്തെയും തുടർന്നു വരുന്ന ഒരു ന്യായവിധിയെക്കുറിച്ചൊക്കെ ചിന്തിക്കാനായിട്ട്. അല്ല, നമ്മൾ ഓരോരുത്തരും അങ്ങനെയൊക്കെ ആലോചിക്കാൻ നിർബന്ധിക്കപ്പെടുന്നുണ്ട്. ഭയം തോന്നുന്നുണ്ട്. ദൈവത്തിന്റെ ആ വലിയ ന്യായവിധിയെ നേരിടാൻ ഒട്ടും കരുത്തില്ല എന്ന് തിരിച്ചറിയുന്നുണ്ട്. ക്രിസ്തുയേശുവിന്റെ ഈ അനുശാസനം ഒന്ന് ഏറ്റെടുത്താൽ, സ്വീകരിച്ച ഉൾക്കൊണ്ടാൽ പോലെ, വിധിക്കപ്പെടാതിരിക്കാൻ നിങ്ങളും വിധിക്കരുത്. ആരെയും വിധിക്കരുതെന്നല്ലേ യേശു പഠിപ്പിച്ച കൽപ്പന. നമ്മളോ, ഞാനോ ഒരു ദിവസം തന്നെ 100ഓളം ആളുകളെ കാര്യത്തിനും കാര്യമില്ലാതെ വിധിക്കുന്നില്ലേ? ആരെക്കുറിച്ചുമുള്ള എന്റെ എല്ലാ വർത്തമാനങ്ങളും ഏതാണ്ട് തീരുന്നത് ഒരു വിധി പ്രസ്താവത്തോടുകൂടിയാണ്. ഹൃദയത്തെ ഒന്നുകൂടി ഒന്ന് പരിവർത്തനപ്പെടുത്താതെ എങ്ങനെയാണ് യേശുവിന്റെ പാഠങ്ങൾ നമുക്ക് മനസ്സിലായി തുടങ്ങുക? പിന്നീടല്ലേ അതൊന്ന് ഉൾക്കൊള്ളാൻ പറ്റുക? അതിനും ശേഷമല്ലേ അതിൽ ജീവിക്കാനായിട്ട് ആരംഭിക്കാൻ പറ്റുക? ആരെയും വിധിക്കരുതെന്ന യേശുവിന്റെ കൽപ്പന, ഈ ഒരൊറ്റ കൽപ്പന അനുസരിച്ചാൽ തന്നെ ഒരാൾക്ക് പൂർണ്ണനാകാൻ പറ്റുമെന്ന് തോന്നുന്നു. അനുമാനമാണ്, എന്നാലും ആ വഴിക്കൊന്ന് ആലോചിക്കാവുന്നതാണ്. കാരണം ദൈവോചിതമായ സ്നേഹം ഉള്ളിലുള്ളവർക്ക് മാത്രമേ ആരെയും വിധിക്കാതിരിക്കാൻ കഴിയൂ. എത്ര ശ്രമിച്ചിട്ടും നമ്മൾ മറ്റുള്ളവരെ കുറ്റം വിധിക്കുന്നുവെങ്കിൽ അതിന് ഒരേ ഒരു കാരണമേ ഉള്ളൂ. നമുക്കുള്ളിലെ സ്നേഹമില്ലായ്മയാണ്, സ്നേഹരാഹിത്യമാണ്. അല്ലെങ്കിൽ ഒന്ന് ഓർത്തു നോക്കൂ, നമുക്ക് പ്രിയമുള്ള ഒരാളുടെ ഏതിടർച്ചയും നമ്മൾ എത്ര അനുഭാവത്തോടെയാണ് കാണുന്നത്. ഭൂമിയിലെ എല്ലാ മനുഷ്യരും എനിക്ക് അത്രയും പ്രിയമുള്ളവരായി മാറിയിരുന്നെങ്കിൽ ആരുടെയും ഏതിടർച്ചയും അത് അനുഭാവത്തോടും കരുണയോടും കൂടി കാണാനായിട്ട് പറ്റിയായി. സ്നേഹത്തിൽ വസിക്കുന്നവൻ ദൈവത്തിൽ വസിക്കുന്നുവെന്നും അവന് പാപം ചെയ്യുക അസാധ്യമാണെന്നും യോഹന്നാൻ ശ്ലീഹായുടെ അനുബന്ധ പാഠമുണ്ട് ലേഖനത്തിൽ. അതുമൊന്ന് ഓർക്കാവുന്നതാണ്. അങ്ങനെയുള്ള ഒരാൾക്ക് ഒരു വിചാരണയും കൂടാതെ ദൈവദൂതന്മാർ സ്വർഗവാതിൽ തുറന്നു കൊടുക്കും. അതുകൊണ്ട് തന്നെ വിധിക്കപ്പെടാതിരിക്കാനായിട്ട് നമ്മളുവിനെ ആരെയും വിധിക്കാതിരിക്കാൻ കുറെ കൂടി ഒന്ന് ശ്രദ്ധിക്കാം. പരമാവധി എല്ലാവരെയും സ്നേഹിപ്പാനും. ആമേൻ.